നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഈ സമുദായങ്ങൾ തമ്മിൽ അകറ്റുന്നതിനും തമ്മിൽ അടുപ്പിക്കുന്നതിനും, നമ്മൾ പറയുന്നത് തമ്മിൽ അടിക്കുക, അതിനു വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ആ കാര്യത്തിൽ ആ ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു നാട്ടിൽ സമാധാനം നിലനിൽക്കണം, മനുഷ്യരെല്ലാവരും തമ്മിൽ ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ, പരസ്പര ധാരണയിൽ അധിഷ്ഠിതമായ നമ്മുടെ സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയുന്നത്, അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അങ്ങനെയുള്ളവരാണ് ജനങ്ങളിൽ 90% ആളുകൾ, ഒരുപക്ഷെ അതിൽ കൂടുതൽ പേര്. അവരെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നു എന്ന് പറയുന്നത്. ആ കലഹം പലതരത്തിലുണ്ട്. നമ്മൾ പണ്ട് നമ്പ്യാർ പറയുന്നത് കലഹം മൂലം കാമിനി മൂലം, കലഹം പലവിധമില്ലെങ്കിൽ സുലഭം എന്ന് പറയും. ഇതങ്ങനെയല്ല. ഇത് ഒരു വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്, ഇംഗ്ലീഷിൽ അജണ്ട എന്ന് പറയും, ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കലഹങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അതിലൊരു അപകടം സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമുദായ മൈത്രി, കാരണം ഇത് സമുദായങ്ങൾ തമ്മിൽ സമുദായം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സമൂഹം എന്ന് പറയും, മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. സമുദായം എന്നുള്ള വാക്ക്, സമുദായം എന്നുള്ള വാക്ക്, സമൂഹം എന്നുള്ള വാക്ക് തമ്മിലൊരു അന്തരമുണ്ട്. സമുദായം എന്ന് പറയുന്നത് തന്നെ രണ്ട് അർത്ഥത്തിൽ പ്രയോഗിക്കും. സാമാന്യ അർത്ഥത്തിൽ നമ്മുടെ ഒരു സമുദായം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു പ്രദേശത്ത്, ഒരു പ്രദേശത്ത് വളരെ ദീർഘകാലമായി കൂടി താമസിച്ചു വരുന്ന ആളുകൾ, ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ദീർഘകാലമായി താമസിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് പൊതുവായ ചില താല്പര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ വഴി രൂപപ്പെട്ടു വന്നിട്ടുള്ള പൊതുവായ ചില താല്പര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും യോജിക്കുന്ന ചില താല്പര്യങ്ങളുണ്ട്. കുറെ കൂടെ ദീർഘകാലം ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവായ ചില താല്പര്യങ്ങളുണ്ടാകും, പൊതുവായ ചില ആശയങ്ങളുണ്ടാകും, സങ്കല്പങ്ങളുണ്ടാകും, പൊതുവായ ചില മൂല്യങ്ങളുണ്ടാകും. ഇവിടെ ചില പ്രദേശത്തെ ആളുകളെ പറ്റി പറയും. ആ പ്രദേശത്തെ ആളുകൾ, ഞാനിപ്പോൾ ഇവിടെ ആരും കുന്നംകുളക്കാരില്ല എന്നുള്ളത് പറയാണ്. കുന്നംകുളക്കാരനാണ് കച്ചവടം ആണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. എന്ത് പറഞ്ഞാൽ കച്ചവടവുമായി പറയും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ വടക്ക് തിരുവിതാംകൂറിലുള്ള ആളുകൾ തെക്കൻ തിരുവിതാംകൂറുകാരെ കുറിച്ചുണ്ട്. തെക്കൻ തിരുവിതാംകൂറുകാരാണ്. പ്രദേശത്തിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകളും ചില മൂല്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി യോജിച്ച് കഴിയുന്ന ആളുകളെ നമ്മുടെ സമുദായം, കമ്മ്യൂണിറ്റി എന്നാണ് ഇംഗ്ലീഷ് നോക്കുക. സമുദായത്തിന് മറ്റൊരർത്ഥം ഒരു മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സമുദായത്തെ ഹിന്ദു സമുദായം, ക്രിസ്ത്യൻ സമുദായം, സമുദായത്തെ മതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വ്യത്യാസം എന്താണ്? നമ്മൾ ഒരു പ്രദേശത്ത് ദീർഘകാലം തുടർച്ചയായി താമസിച്ചതിന്റെ ഫലമായി രൂപപ്പെട്ട പൊതുവായിട്ടുള്ള മൂല്യസങ്കല്പം, പൊതുവായിട്ടുള്ള ലക്ഷ്യബോധം, പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ എന്നുള്ളത് വിട്ടിട്ട് മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവം, ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പൊതുവായ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, പങ്കിടുന്ന ആളുകളാണ്. പൊതുവായ ഈശ്വര വിശ്വാസം, പൊതുവായ ആചാര രീതി, പൊതുവായിട്ടുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇങ്ങനെ സമുദായത്തിൽ രണ്ട് രീതിയിലാണ് സമുദായങ്ങൾ. ഈ സമുദായങ്ങൾ, അതുകൊണ്ട് ഈ സമുദായം എന്നുള്ള വാക്ക് തന്നെ ഞാൻ വളരെ ഇൻക്ലൂസീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ്. മുഖ്യമായും ഈ രണ്ടാമത് പറഞ്ഞ സമുദായങ്ങളെയാണ് ഈ തമ്മിൽ യോജിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റുന്നത് അവരെയാണ്. തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ആളുകളുടെ സമുദായമായി തിരിച്ചിട്ട് പറയും, നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ട്.
ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോട്ടെ. ഞാൻ ഇനി ഒരു ചരിത്രപരമായ ചില കാര്യങ്ങൾ എന്നിട്ട് ഇതിലേക്ക് വരാം. ഇങ്ങനെയാണോ നിങ്ങൾ പ്രഭാഷണം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്? വിഷയം എന്തോ ആവട്ടെ, എന്നൊരു രീതിയിൽ പറയാം. അധ്യാപകരാകുമ്പോഴൊരു കുഴപ്പമാണ്. ഗാന്ധിജി, മോഹൻ ഗാന്ധിജിയെ പറ്റി പറഞ്ഞു. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലരും പലതും പറഞ്ഞു. അതിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടുത്തിയെടുത്തത്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം തന്നെ രവീന്ദ്രനാഥ ടാഗോർ, അവർ രണ്ടുപേരുമാണ്. ഒരു കാർട്ടൂൺ, ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരാളൊരു കാർട്ടൂൺ കളിച്ചു സ്വാതന്ത്ര്യ സമര കടക്കലായി യൂട്യൂബിലോ ഏത് പത്രത്തിലാണ് ഞാൻ ഓർക്കുന്നത്. ആ കാർട്ടൂൺ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടു. അതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാളവണ്ടി. ആ കാളവണ്ടിയെ ഒരാൾ മുന്നിൽ നിന്ന്, ഒരു വണ്ടിയാണ്, വലിക്കുന്ന ഒരു വണ്ടിയാണ്, മുന്നിൽ നിന്ന് ഒരാൾ വലിക്കുകയാണ്. മുന്നിൽ നിന്ന് വലിക്കുന്നത് ഗാന്ധിജിയാണ്. ഒരാൾ പിന്നിൽ നിന്ന് തള്ളുവാണ്, തള്ളുന്നത് ടാഗോറാണ്. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയും കൂടിയാണ് ഇന്ത്യയെ പറ്റിയുള്ള ഒരു സങ്കല്പം, ആധുനിക സങ്കല്പം നമ്മൾ കാണുന്ന, ഇന്ന് കാണുന്നതല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ കൂടി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു ദേശരാഷ്ട്രം എന്ന് പറയുന്നത്, ദേശം എന്ന് പറയുന്നത് ഒരു സങ്കല്പം ഉണ്ടാക്കി ഇന്ത്യ എന്ന് പറയുന്നത്. ഗീതാഞ്ജലിയില് ടാഗോർ ഒരു സങ്കീർത്തനം, സാന്താണ് അല്ലെങ്കിൽ ഒരു കീർത്തനം തന്നെ ഈ ഒരു സ്വതന്ത്ര ഭാരതത്തെ ചുറ്റുമുണ്ട്. ആ മനോഹര സ്വാതന്ത്ര്യ സ്വർഗമായി മാമകനാട് ഉണരണം ഈശ്വര എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. ഇന്ന് മാനസമൊക്കെയും നിർഭയം, ഇന്നു ശീർഷങ്ങൾ മാനസമുന്നതം എന്ന് അങ്ങനെ അത് വിശദീകരിച്ചു പോകണം. ഞാൻ ആ മുഴുവൻ ഒരു സമയം വിചാരിക്കുന്നു. ഒരു സ്വാതന്ത്ര്യ സ്വർഗം എന്നാണ് അതുകൊണ്ടാണ്. ഇന്ന് വിസ്തൃത വിജ്ഞാന സഞ്ചയം, ഇന്നും സ്വതന്ത്രമാകും. നോളജ് ഈസ് ഫ്രീ, നമുക്ക് സ്വതന്ത്രമായിരിക്കണം. Where the world has not been broken up into fragments by narrow domestic walls. ഇവിടെ ഈ ലോകം ചെറിയ ചെറിയ ഖണ്ഡങ്ങളായി, കഷ്ണങ്ങളായി വേർതിരിക്കപ്പെടാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ലോകം എന്ന സത്യത്തിനകത്ത് നിന്ന് പൊങ്ങിടുന്നുവോ വാക്കുകളൊക്കെയും, words come out from the depth of truth. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സ്വർഗമാണ് ടാഗോർ സ്വപ്നം കണ്ടത്. ഗാന്ധിജിയുടേതാണ് സ്വപ്നം. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഗാന്ധിജി നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ 20-21 വർഷം തെക്കേ ആഫ്രിക്കയിൽ, 26-ാമത്തെ വയസ്സിൽ തെക്കേ ആഫ്രിക്കയിൽ പോയി. 21 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. 45 വയസ്സ് കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ വെച്ച് പുസ്തകം ഹിന്ദു സ്വരാജിന്റെ ആദ്യത്തെ പുസ്തകം, അത് പലരും വായിച്ചു. ഓട്ട്സോയി വായിച്ചു, ഭരണശൈലിയിലായിരുന്നു, വായിച്ചിട്ട് എഴുതിച്ചു ഒരാൾ. എന്നിട്ട് അതിന് ഗാന്ധിജിക്ക് അതിന് എഴുതി, ആ പുസ്തകത്തിൽ അഭിപ്രായം എഴുതി. ലോക്കനെ വായിച്ചു. ലോക്കനെ വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തിരിച്ച ഇന്ത്യയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കൊല്ലത്തേക്ക് വേറെ പഠിക്കുന്നു പോകരുത്, നമ്മൾ ചെയ്യാനൊന്നും പോകരുത്. ഇന്ത്യയെ കണ്ടെത്തണം, ഇന്ത്യയെ ഭക്ഷിക്കണം, ഇന്ത്യയെ മനസ്സിലാക്കണം. ഗാന്ധിജി 1915 ഇന്ത്യയിൽ മടങ്ങി വരുന്നു, ജനുവരി മാസത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? 1 വർഷത്തിലധികം അദ്ദേഹം ഇന്ത്യയിൽ സഞ്ചരിച്ചു. 1916 15-16 ഒന്നാം ലോകമായിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് എത്ര ശോചനീയമാണെന്ന് ആലോചിച്ചു. ആ സമയത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. നമ്മുടെ ആലങ്കാരികമായിട്ട് പറയുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ബംഗാൾ മുതൽ, കിഴക്കൻ ബംഗാൾ മുതൽ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്ത്യ എന്ന്. അവിഭക്ത ഭാരതമാണ്. ഇന്ത്യ ഇല്ല, നമ്മുടെ ഇന്നത്തെ വെച്ച് പറയാം. ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ത്യയിൽ കൂടുതലാണ്. ബംഗ്ലാദേശ് സഞ്ചരിച്ച് അദ്ദേഹം ജീവിതം 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്ത് ഗ്രാമങ്ങളിൽ പോയി അവരോടൊപ്പം താമസിച്ച് ഇന്ത്യ കണ്ടെത്തുകയാണ്. ഇന്ത്യയിൽ പഠിച്ചു. പുസ്തകം
നെഹ്റുവാണ് എഴുതിയെങ്കിലും ആദ്യം കണ്ടെത്തിയത് ഗാന്ധിയാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ ജീവിതത്തിൽ കണ്ടെത്തിയ പല കാര്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ പല സ്ഥലങ്ങളിലും ജനങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടിയാണ് കഴിയുന്നതെങ്കിലും ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പട്ടണങ്ങളിലും നഗരങ്ങളിലും മതസമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം, അവർ തമ്മിലുള്ള അകൽച്ച, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ രൂപപ്പെട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് ഉണ്ടാക്കാം. മറ്റു പലതും അദ്ദേഹം ഭയം, ആളുകളെ ബാധിച്ചിരുന്ന ഭയം, ആളുകൾ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാനുള്ള ഭയം, അത് മാറ്റി ആളുകൾ നിർഭയരാക്കണം എന്ന് ബാധിച്ചിരുന്നു. സ്ത്രീകളോടുള്ള വിവേചനം, അയത്തക്കാരോടുള്ള വിവേചനം, ഇങ്ങനെ പല കുഴപ്പങ്ങളും. മദ്യത്തിനും മയക്കുമരുന്നിനും കാര്യമായിട്ടില്ല. മദ്യത്തോടുള്ള ആസക്തി, മദ്യം ഒരു വ്യാപാരമായിട്ടൂടെ അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് മൊത്തപരമായി. ഇങ്ങനെ പല കുഴപ്പങ്ങളും ഗാന്ധിജി കണ്ടു. അതിലൊന്ന് ഈ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരു മുൻഉപാധി എന്ന് പറയുന്നത് ഈ സമുദായങ്ങൾ തമ്മിൽ യോജിക്കണം. സമുദായങ്ങൾ തമ്മിൽ യോജിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ സാധിക്കില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടാൻ സാധിക്കില്ല. ഒരുമിച്ച് നിന്ന് പോരാടിയാൽ പോലും നേടിയെടുക്കാൻ പ്രയാസമുള്ള ഒന്നാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. അപ്പോൾ വിഭജിച്ചു നിന്നാലോ വിഘടിച്ചു നിന്നാലോ തമ്മിലടിച്ചാലോ സ്വരാജ്യം, സ്വാതന്ത്ര്യം നമുക്ക് ഒരു അപ്രാപ്യമായ ഒന്നായി മാറുമെന്ന് ഗാന്ധിജി കരുതുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു 18 നിർമ്മാണ പരിപാടിയാണ്. അതിന്റെ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് സമുദായ മൈത്രി എന്ന് പറയുന്നത്. വിഘടിച്ചു നിൽക്കുന്ന മതസമുദായങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ യോജിക്കണം. അതിനുവേണ്ടി പ്രായോഗികമായ നടപടികളൊക്കെ എടുത്ത് ഞാൻ അതിന്റെ മുഴുവൻ ചരിത്ര ക്ലാസ് സമയങ്ങളിൽ അത് ശ്രമിച്ച് വിജയിച്ചതിന്റെ ഫലം എന്താണ്? വിജയിച്ചതിന്റെ ഫലം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ വലിയ സമരമായ 1920-21 നിസ്സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞപ്പോൾ ഇന്ത്യയില് ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ യോജിച്ചു നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്ന്, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് സമരം ചെയ്യാൻ തയ്യാറാണ്. വലിയ ഒരു സംഭവമായിരുന്നു. അത് നിരന്തരമായി ഗാന്ധിജി അത് പ്രചരിപ്പിച്ചു. നിർമ്മാണ പരിപാടി 18 നിർമ്മാണ പരിപാടികളിലെ ആദ്യത്തെ ഇനമായി സമുദായ മൈത്രി. പക്ഷേ അതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്നത് ആളുകളെ ഏറ്റവും എളുപ്പം സംഘടിപ്പിക്കാൻ പറ്റുന്നത് അവരുടെ മതവികാരത്തെ സ്പർശിച്ചുകൊണ്ടാണ്. ആളുകളെ വൈകാരികമായി ഇളക്കിവിടുന്നതിനും വികാരങ്ങൾക്ക് തീ കൊടുക്കുന്നതിന് ഏറ്റവും പറ്റിയ വികാരം മതവികാരമാണ്. കാരണം അത് നമ്മുടെ സ്വത്വത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ മതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. നമ്മുടെ മതവിശ്വാസം എന്ന് പറയുന്നത് അതില്ലാത്ത ആളുകൾക്ക് വ്യത്യസ്തമാണെങ്കിൽ പോലും. അതുകൊണ്ട് ഈ മതത്തിന്റെ പേരിൽ മതസമുദായങ്ങളെ വിഭജിക്കുന്നതിലും അവരെ തമ്മിൽ പരസ്പരം യോജിക്കാത്ത താല്പര്യങ്ങളുടെ ആളുകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് താല്പര്യ സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിൽ അടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, അതിന്റെ ഒരു ഇരകളാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് അന്നത്തെ ഇതിന്റെ അത് ഗാന്ധിജിയുടെ കാലത്ത് അത് വളരെ വിജയകരമായി അദ്ദേഹം അത് കൈകാര്യം ചെയ്ത് സമുദായ മൈത്രി രൂപപ്പെടുത്തിയതാണ്. പക്ഷെ ഇനി വീണ്ടും അത് വരികയാണ്, ഇങ്ങനെ വരുന്നു. ഇതിനൊരു അന്തർദേശീയ പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് ഞാൻ വ്യക്തമായി ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു. നമുക്കറിയാം, ഈ ലോകം 2 ശാക്തിക ചേരികളായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുമായിരുന്നു ഒരു കാലം. ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേര് മുഖന്യാക്കളായതുകൊണ്ട് അവർക്ക് വളരെ നന്നായി ഓർമ്മയുണ്ടാകും.
ഒന്ന് ഒരു സോഷ്യലിസ്റ്റ് ജയിലി, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ജയിലി ഒരു ഭാഗത്ത്, അമേരിക്കയുടെയും യൂറോപ്പിലെ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള വേറൊരു ജയിലി, ഒരു മുതലാളിത്ത ജയിലി എന്ന് പറയും. അവരുടെ ഉദാരവാദത്തിന്റെ, ലിബറലിസത്തിന്റെ ഒരു ജയിലി, ജനാധിപത്യത്തിന്റെ ജയിലി എന്ന് അവർ അവകാശപ്പെടും. അങ്ങനെ രണ്ട് ജയിലികളായിട്ട് സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പരികല്പനകൾ വെച്ച് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമായിരുന്നു. നമുക്കറിയാം 1989, 90 എന്ന് പറയുന്ന വർഷങ്ങള് ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം ഉണ്ടായ വർഷങ്ങളാണ്. അവസാനം എന്താണ്, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. USSR എന്ന് പറയുന്നത് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് അത് ശിഥിലമായി പോയി, ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അതിൽ സോവിയറ്റുകൾ എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങളുണ്ട്, ചെറിയ 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 രാജ്യങ്ങൾ. അസർബൈജാൻ എന്ന് പറയുന്നതാണ്, ലിത്വേനിയ, ലാറ്റ്വിയ, എസ്തോണിയ തുടങ്ങിയിട്ടുള്ള ചെറിയ രാജ്യങ്ങളുണ്ട്. റഷ്യയാണ് ഏറ്റവും വലിയ. ആ രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമായി, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവർ റഷ്യ അവരെ ആക്രമിക്കാനൊക്കെ നോക്കി സാധിച്ചതാണ്. അങ്ങനെ ഈ ലോകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ചേരി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരി എന്ന് പറയുന്ന ഒരു ചേരി ഇല്ലാതായി തീരുകയാണ്. അപ്പൊ ഈ ബൈപോളാർ യൂണിവേഴ്സ് ആണ് ലോകത്തെ പറഞ്ഞിരുന്നത്. രണ്ട് ധ്രുവങ്ങൾ, ഒന്ന് മുതലാളിത്തത്തിന്റെ ധ്രുവം, മറ്റത് സോഷ്യലിസത്തിന്റെ ധ്രുവം. ഇതില് ഒരു ധ്രുവം ഇല്ലാതാകുകയാണ്. അപ്പൊ എന്താ, ഇതൊരു യൂണിപോളാർ വേൾഡ് ആയിട്ട് ഒരു ഏക ധ്രുവ ലോകക്രമം ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ഇതോടുകൂടി വളരെ പ്രശസ്തനായിട്ടുള്ള ഫുക്കുയാമ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു സിദ്ധാന്തം തന്നെ എഴുതി, പുസ്തകമുണ്ട്. ഇതാണ് ദി എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിച്ചിരിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രം ഒരു പുതിയ ഒരു ചരിത്രത്തിലേക്ക് മാനവരാശി പ്രവേശിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാള് പറഞ്ഞു, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, രാഷ്ട്ര സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റ്, അങ്ങനെ പറഞ്ഞു, ഇന്നുവരെ മാനവരാശിയുടെ ഭാവി നിർണയിക്കുന്നത് ഈ സംഘർഷത്തിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് അതുപോലെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് ജയിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മാനവരാശിയുടെ ഭാവി രൂപപ്പെടാൻ പോകുന്നത്. അതുവരെ നമ്മളൊരു അന്തരാളാവസ്ഥയിലാണ്, ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ആര് ജയിക്കുന്നോ അവര് നിർണയിക്കും ഇനി എന്താണ് മാനവരാശിയുടെ ഭാവി എന്നുള്ളത്. അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഒരു പുതിയ സംഘർഷം ഉരുത്തിരിയാൻ പോകുന്ന ലോകത്ത് എന്നാണ് ഹണ്ടിങ്ടൺ, സാമുവൽ ഹണ്ടിങ്ടൺ. ഒരു പുതിയ സംഘർഷം എന്താണ് അത്? രണ്ട് നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം, രണ്ട് സിവിലൈസേഷൻസ്. ഒന്ന് പാശ്ചാത്യ വെസ്റ്റേൺ സിവിലൈസേഷൻ, പാശ്ചാത്യ നാഗരികത. പാശ്ചാത്യ നാഗരികത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂറോപ്പ്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യൂറോപ്പ്, അമേരിക്ക, ഇവര് പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാഗരികതയ്ക്കാണ് സിവിലൈസേഷനാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ, പാശ്ചാത്യ നാഗരികത അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം എന്ന് ചെറുപ്പം. വേറെ പല സംസ്കാരങ്ങളുണ്ട് ലോകത്ത്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. കുറെ കൂടെ മതത്തിലും ആധ്യാത്മികതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ സംസ്കാരം എന്നാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. വാസ്തവം എന്തായാലും ചൈനയുടേതായിട്ടുള്ള ഒരു സിവിലൈസേഷനുണ്ട്. അത് ഒരു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വലിയൊരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ പറ്റിയിട്ടുള്ള, എത്തിക്സിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ടു വന്ന നാഗരികതയാണ്. നമുക്കറിയാം, ഈ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ, നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മധ്യപൂർവ്വ ദേശം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയും ഇന്തോനേഷ്യയിലും ഒക്കെയുള്ള മുസ്ലിം സമുദായങ്ങൾ, മുസ്ലിം മതം അനുവർത്തിക്കുന്ന ആളുകളുണ്ട്. അവര് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ജപ്പാനിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നാഗരികതയുണ്ട്. പക്ഷേ ഹണ്ടിങ്ടൺ പറയുന്നത് ഇനി ലോകത്തിന്റെ ഗതിയും നമ്മുടെയൊക്കെ മാനവരാശിയുടെ ഭാവിയും നിർണയിക്കാൻ പോകുന്നത് രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ സംഘർഷം. അത് പാശ്ചാത്യ നാഗരികത,
അത് പ്രമുഖമായും ഒരു ക്രിസ്ത്യൻ സിവിലൈസേഷൻ ആണെന്നാണ് വാദിക്കുന്നത്. ഒരു ക്രൈസ്തവ നാഗരികതയാണ്. അതും ഒരു ഇസ്ലാമിക നാഗരികതയും തമ്മിൽ ഉള്ള സംഘർഷമാണ് ഇനി രൂപപ്പെട്ടു വരുന്നത്. ഈ സംഘർഷം എങ്ങനെ പരിണമിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മാനവരാശിയുടെ ഭാവി നിർണയിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം സിദ്ധാന്തം. ഞാനിത് ഒരു ആഗോള പശ്ചാത്തലം പറയുന്നത് ഈ മതസമുദായങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഒരു വളരെ വിപുലീകൃതമായിട്ടുള്ള രൂപമാണ് മതനാഗരികതകൾ. മതാധിഷ്ഠിത നാഗരികത, റിലീജിയസ്ലി ഡിഫൈൻഡ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. മുഖ്യമായിട്ടും ക്രിസ്തു മതത്തിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട പാശ്ചാത്യ നാഗരികതയും ഇസ്ലാം മതത്തിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഇസ്ലാമിക നാഗരികതയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന് കണ്ടിട്ടുണ്ട്. പല പ്രതികരണങ്ങളുണ്ടായി. എനിക്ക് സമയത്ത് ഇത് കഴിഞ്ഞാണ് എന്തുണ്ടാകുന്നത്, ഇയാളെ ഈ സിദ്ധാന്തം എഴുതി കഴിഞ്ഞാണ് ഈ നയൻ ലെവൻ ഉണ്ടാകുന്നത്. വിമാനം പറക്കുന്ന നിങ്ങൾക്കറിയാനുള്ള നയൻ ലെവൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ബോസ്റ്റണിൽ നിന്ന് വിമാനം പറക്കുന്നു, അത് വന്ന് വേൾഡ് ട്രേഡ് ടവർ പിടിച്ച് തകർക്കുന്നു. പെന്റഗൺ എന്ന് പറയുന്ന 5 അടുപ്പുള്ള ഒന്നാണ് അമേരിക്കയുടെ രഹസ്യ വിഭാഗങ്ങൾ, സൈനിക രഹസ്യങ്ങൾ, പോലീസ് സൂക്ഷിക്കുന്ന അവരുടെ മുഖ്യ കാര്യാലയമാണ്. അതിന്റെ ഒരെടുപ്പ് അത് തകർന്നു. സംഭവിച്ചത് 9/11 ശേഷമാണ്. അതോടുകൂടി ഈ സംഘർഷം ഇങ്ങനെ പതിയെ 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 ഹണ്ടിങ്ടൺ പറഞ്ഞതുപോലെ രൂപപ്പെട്ടു വരുന്നതാണ്. എത്ര യുദ്ധങ്ങളും ഈ ഗൾഫ് ഏരിയയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു സംഘടന, മതസമുദായങ്ങൾ മതത്തിന്റെ പേരിൽ, ഇസ്രയേല് യഹൂദ മതത്തിന്റെ പേരിലാണ്. പലസ്തീനൻ അവിടെയുള്ള ആളുകളെ ഹമാസ് ഉൾപ്പെടെ ഉള്ള തീവ്രവാദങ്ങളും ഭീകരവാദവും നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നത് അവര് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് പേരിലാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നും നമ്മൾ എത്തിച്ചേരേണ്ട നിഗമനം എന്താണ്? ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ മതസമുദായങ്ങൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അകൽച്ചയും സംഘർഷവും മനസ്സിലാക്കി മതസമുദായങ്ങൾ യോജിച്ച് സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ജീവിതക്രമം കെട്ടിപ്പടുക്കേണ്ടതാണ്. നമ്മൾ പറയുന്ന ഒരു പുതിയ രാഷ്ട്രം നിർമ്മിക്കുക, ഒരു പുതിയ ജീവിതക്രമം രൂപപ്പെടുത്തുക. അത് രൂപപ്പെടുത്തണമെങ്കിൽ മനുഷ്യർ യോജിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രസക്തമല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ പരസ്പരം കലഹിക്കുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചിലപ്പോൾ അക്രമാസക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്താൽ നമുക്കിവിടെ ഒരു പരസ്പര സ്നേഹത്തിലും അതുപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതക്രമം സൃഷ്ടിക്കാൻ സാധിക്കാറുണ്ട്. ഇവിടെ ഗൗരീശപ്പെട്ടത്ത് 2 വിഭാഗം ആളുകൾ തമ്മിൽ പരസ്പരം അവിശ്വസിക്കുകയും പരസ്പരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരാണ് എന്ന് ഒരാശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ കൂടിയിരിക്കാൻ നമുക്ക് സാധിക്കാത്ത പോകും. ആളുകൾ പരസ്പരം സംശയത്തോടുകൂടി ശിക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ഇല്ലാതാകണം. എങ്ങനെ ബോധപൂർവമായ ഇടപെടലുകളുടെ പേരിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ മതസമുദായങ്ങൾ ഈ മതങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മതാന്തര സംവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതാണ്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാനൊരു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ആ വിഷയം പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ വിദേശത്തൊക്കെ പോകുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ട് പോകുന്നത് പീസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സമാധാന പഠനം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ തന്നെയുണ്ട്. പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമാണ് പോകുന്നത്. ആളുകൾ എവിടെ ചെന്നാലും ആളുകൾ സമാധാനം കാക്ഷിക്കുന്നവരാണ്. കാക്ഷിക്കുന്നവരെന്നല്ല, സമാധാനം ദാഹിക്കുന്നവരാണ്. എങ്ങനെയും സമാധാനമായി ജീവിക്കണം, അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരസ്പരം അടികൂടണം എന്നാണ് വിചാരിക്കുന്നത്. അത് പിന്നീട് ചില ദുഷ്ടബുദ്ധികൾക്കും ദുഷ്ടശക്തികൾക്കും ഒക്കെയാണ് അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്.
പക്ഷെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓ, ആ മതം. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ മതങ്ങൾ പരസ്പരം, മതവിശ്വാസികൾ, മതാനുയായികൾ മറ്റു മതങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ സമുദായമായിട്ടുള്ള പശ്ചാത്തലമായിട്ട് അതുണ്ടാക്കാൻ. മതസമുദായങ്ങൾ തമ്മിലാണുള്ള സംഘർഷം. ഇതിന്റെ കാരണം എന്താണ്? മതങ്ങൾ തമ്മിൽ വേണ്ടത്ര ധാരണയില്ല എന്നുള്ളതാണ്. ഹിന്ദു മതവിശ്വാസിക്ക് ക്രിസ്ത്യൻ മതത്തെ പറ്റിയോ, ക്രിസ്തു മതവിശ്വാസിക്ക് ഹിന്ദു മതത്തെ പറ്റിയോ വേണ്ടത്ര ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. ഗാന്ധിജി മതത്തെ പറ്റി ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറയാം. എന്താണ് മതം? നമ്മൾ വിചാരിക്കും മതം എന്ന് പറഞ്ഞാല് ഉടനെ തന്നെ മതത്തിന്റെ ആചാരങ്ങളാണ്. ഇവിടെ മുസ്ലിം ക്ഷേത്രത്തിൽ പോവുക, ആരാധിക്കുക, അമ്പലത്തിൽ പള്ളി പോവുക, നമസ്കരിക്കുക, മസ്ജിദിൽ പോവുക, അതാണ് മതം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കാണും. മതത്തിന് കുറെ റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ, അതാണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്. പ്രത്യക്ഷമായി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? ഇവിടെ ആരാധനാലയങ്ങളാണ് നമ്മൾ ആദ്യം പ്രത്യക്ഷമായി കാണുന്നത്. അവിടെ ആരാധന നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പുരോഹിതന്മാര്, പൂജാരിമാര്, അവരാണ് പിന്നീട് നമ്മുടെ മനസ്സിലുള്ളത്. അവിടുത്തെ ആചാര രീതികളാണ്, ആരാധനാ രീതികളാണ് പിന്നീട് വരുന്നത്. ഇങ്ങനെ ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ക്രീഡൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഇതിലുണ്ടാവുന്ന വരുന്നതാണ്. പക്ഷെ അടിസ്ഥാനപരമായി മതങ്ങൾക്ക് ചില പ്രമാണങ്ങൾ, ചില തത്വങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ചില തത്വങ്ങളുണ്ട് മതത്തിന്. എന്താണ് അത്? ഒന്ന്, എല്ലാ മതങ്ങളും ഈശ്വരനെ വിശ്വസിക്കുമ്പോൾ ഏത് മതത്തിന്റെ പ്രധാനപ്പെട്ട മതത്തെ പറ്റിയാണ് ഗാന്ധിജി പറയുന്നത്. ഏത് മതം പരിശോധിച്ചാലും ആ മതം എല്ലാം പറയുന്നത് ഒരു ദൈവമാണ്. പല പേരില്ല, ദൈവം ഒന്നാണ്. ഹിന്ദുമതം പരിശോധിച്ചോ? ഹിന്ദുമതത്തിലും പറയും ഏകം സത് വദന്തി, അതാണ് പ്രമാണം. എന്താണ് സത്ത് എന്ന് പറയുന്നത്? ഉണ്മ എന്ന് പറയുന്നത്, ആത്യന്തികമായിട്ടുള്ളത് ഈശ്വരൻ ഒന്നാണ്. ഏകം സത് വദന്തി. അതിന് വിപ്രന്മാര്, അറിവുള്ള ആളുകള്, മറ്റുള്ള ആൾ പണ്ഡിതന്മാര് അതിന് പല പേര് കൊടുക്കും. എന്നാണ് ഹിന്ദുമതത്തിൽ പറയുന്നത്. ദൈവം ഒന്നാണ് എന്നാണ് ഇസ്ലാം മതവും, അതുപോലെ തന്നെ ക്രിസ്തു മതവും, അതുപോലെ യഹൂദ മതവും അതാണ് പഠിക്കുന്നത്. ഒന്നാണ് യാഹ്വേ എന്ന് യഹൂദ മതത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ഈശ്വരന്റെ അഭിവ്യക്തിയാണ്, മാനിഫെസ്റ്റേഷൻ ആണ് ഹിന്ദു മതം പറയുന്നത്. സർവം കൽവിതം ബ്രഹ്മം, എല്ലാം ഈശ്വരമയമാണ്, ഈശ്വരനാണ് എല്ലാം. ഇതാണ് തൂണിലും തുരുമ്പിലും അല്ലേ എന്ന് പറയും. നമ്മൾ ഉള്ളൂരിന്റെ കവിത പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുക്രമിയിലുണ്ട്, അതിൽ പരിസ്ഫുരണം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞ ബ്രാഹ്മണരുടെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്. അയ്യൻ പുലയൻ ഏറ്റവും താഴ്ന്ന സമൂഹത്തിലുള്ളവരാണ്. ആദിത്യനിലും അണുക്രമിയിലും എല്ലാം ഈശ്വരനാണുള്ളത്. ഈശ്വരൻ എല്ലാ മതങ്ങളും പറയുന്നത് ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും മതം മനുഷ്യൻ പരസ്പരം ദ്വേഷിക്കണം എന്ന് പഠിപ്പിക്കുന്നു. പരാശൻ പറഞ്ഞില്ലേ, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാ. ഇതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാണ്. മനുഷ്യനെ പരസ്പരം സ്നേഹിക്കണം. യേശുക്രിസ്തുവാണ് അത് ഏറ്റവും കടത്തി പറഞ്ഞത്. ഇതാണ്, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. ആദ്യം പറഞ്ഞത് നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ യഹൂദന്മാരുടെ ഒരു ബന്ധങ്ങളെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ ശത്രുവിനെ നിന്നെ പോലെ, നിന്റെ അയൽക്കാരനാണ് മിക്കവാറും ശത്രുവായിട്ട് വരുന്നത് മനസ്സിലായി കാണുന്നു. സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്. സ്നേഹിക്കും നീ നിന്നെ ദ്വേഷിക്കുന്ന ജനത്തെയും നമ്മുടെ കവി പരാമർശം ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നതാണ്. അങ്ങനെ ഗാന്ധിജി പറയുന്നത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഒന്നു തന്നെയാണ്. ഒരേ ഈശ്വരനെ വിശ്വസിക്കുന്നു. മതം എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? ജീവിതത്തിന്റെ ആത്യന്തിക സത്യം എന്താണ്
എന്ന് അന്വേഷിക്കലാണ് മതം എന്ന് പറയുന്നത്. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിക്കലാണ് മതം. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ഗാന്ധിജി പറയുന്നത് എല്ലാ മതങ്ങളും ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥവും അതുപോലെ അതിന്റെ ലക്ഷ്യവും അന്വേഷിക്കുന്നത് കൊണ്ട് എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. പക്ഷെ ഇതാരാണ് അന്വേഷിക്കുന്നത്? മനുഷ്യരാണ് അന്വേഷിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അവരെ പ്രവാചകൻ എന്ന് വിളിക്കും, പക്ഷെ മനുഷ്യരാണ് നമുക്കറിയാം. അതുകൊണ്ട് ഇവര് കണ്ടെത്തുന്നതിലും ഇവര് പറയുന്നതിലും ഇവര് പ്രവർത്തിക്കുന്നതിലും മാനുഷികമായ പരിമിതികളുണ്ട്. അത് രണ്ടാമത് പറഞ്ഞു. എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരിമിതി? മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുക സ്വാഭാവികമാണ്. അതുകൊണ്ട് മനുഷ്യ സഹജമായ ഈ തെറ്റ് ഇതിലെല്ലാം അല്പാൽപമായി ഉണ്ടായി എന്ന് വരും. എല്ലാ മതത്തിലും അതുകൊണ്ട് സത്യമുണ്ട്, ശരിയുണ്ട്. എല്ലാ മതത്തിലും അല്പം ദശകവും ഉണ്ടാകാം. അതുകൊണ്ട് മൂന്നാമത് പറയുന്നു, ഒരു മതം മറ്റു മതത്തെക്കാൾ ശ്രേഷ്ഠമാണ്, സുപ്പീരിയർ ആണ് എന്ന് വാദിക്കുന്നത് യുക്തിരഹിതമാണ്. കാര്യം എല്ലാ മതങ്ങളിലും സത്യമുണ്ട്, എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങൾ ഒന്നാണ്, എല്ലാ മതങ്ങളിലും പരിമിതികള്, ചെറിയ തെറ്റുകൾ കാണും. അതുകൊണ്ട് എന്റെ മതമാണ് മറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്ന് അവകാശപ്പെടുന്നത് യുക്തിസഹമല്ല, ശരിയുമല്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എല്ലാ മതങ്ങളെയും തുല്യമായി കാണാൻ അഭ്യസിക്കണം. എനിക്ക് എന്റെ മതമായിരിക്കും പ്രിയപ്പെട്ടത്, അതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരുടെ മതം എന്റെ മതത്തെക്കാൾ മോശമാണ് എന്ന് ധരിക്കരുത്. എന്റെ മതത്തെ പോലെ തന്നെ അവന് പ്രിയപ്പെട്ടതാണ് അവന്റെ മതം. ഇതാണ് ഇക്വാളിറ്റി ഓഫ് റിലിജിയൻസ് ആൻഡ് ഈക്വൽ റെസ്പെക്ട് ഫോർ റിലിജിയൻ. എല്ലാ മതങ്ങളും തുല്യമാണ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മതമായി, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അങ്ങനെയാണ്. അതുകൊണ്ട് തുല്യമായി ആദരിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം ഗാന്ധിജി പറയും, നമ്മൾ ഈ മതങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള ഒരു കാരണം എന്താണ്? ഞാന് ക്രിസ്തു മതത്തിൽ ജനിച്ചു തുടങ്ങിയ ആളാണെങ്കിൽ ഞാൻ ഹിന്ദു മതം പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പഠിച്ചു വന്നിട്ട് പറയുകയാണ്, എന്നാൽ പിന്നെ ഇന്ന കുഴപ്പങ്ങളുണ്ട്. ഇസ്ലാം മതം പഠിക്കുന്നു, അതിനകത്ത് അത് പിന്നെ ഇന്ന കുഴപ്പങ്ങളുണ്ട്. എന്നിട്ട് ഈ ഞാൻ കണ്ടുപിടിക്കുന്ന ഈ തെറ്റുകളെ, കുഴപ്പങ്ങളെ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയും, പർവ്വതീകരിച്ച്. എന്നിട്ട് ഇങ്ങനെയാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഗാന്ധിജി ഇതിന് വളരെ പ്രായോഗികമായ ഒരു പരിഹാരം മാർഗം നിർദ്ദേശിച്ചു. എന്താണെന്നറിയാമോ? നിങ്ങൾ മറ്റു മതങ്ങളെ എങ്ങനെ പഠിക്കണം? ഞാൻ ഗാന്ധി ഉദ്ധരിച്ചു പറയാണ്, a reverential study of the scriptures of other faiths. മറ്റുള്ള വിശ്വാസങ്ങളിലെ, മറ്റുള്ള മതങ്ങളിലെ അവരുടെ വേദഗ്രന്ഥങ്ങള് നമ്മൾ ആദരപൂർവം വായിക്കണം, ആദരപൂർവം പഠിക്കണം. എന്തിനാണ് പഠിക്കുന്നത്? അതിൽ നിന്ന് സ്വാംശീകരിക്കാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വാംശീകരിക്കുകയും അതുപയോഗിച്ച് സ്വയം മാറിത്തീരുകയും എന്റെ മതത്തിൽ എന്തെങ്കിലും പരിമിതികൾ പോരായ്മ ചെയ്യാൻ അത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാകണം ഇവിടെ മറ്റു മതങ്ങളിൽ നിന്ന് മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ പഠിക്കേണ്ടത്, മറ്റു മതങ്ങളെ പഠിക്കേണ്ടത്. ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത്, മനുഷ്യരിൽ നിന്ന് പഠിക്കണം. അത് ചെയ്യണം. ഈ തെറ്റുകൾ ഉണ്ടല്ലോ മതങ്ങളില്, അത് തന്നെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? തെറ്റുകൾ കണ്ടെത്താനും അത് വിമർശിക്കാനും തിരുത്താനും ഉള്ള ചുമതല അതാത് മതാനുയായികൾക്ക് വിട്ടുകൊടുക്കുക. ഇസ്ലാം മതത്തിലെ തെറ്റ് കണ്ടുപിടിക്കല്, ഹിന്ദു മതത്തിലെ തെറ്റ് കണ്ടുപിടിക്കല് ക്രിസ്ത്യാനിയായ എന്റെ പണിയല്ല. കാരണം എന്റെ മതത്തിനകത്തോട്ട് ഈ കുഴപ്പങ്ങളില്ല. അത് കണ്ടുപിടിക്കുകയും തിരുത്തുകയും ചെയ്യുക, ആ ചുമതല ഞാൻ ഏറ്റെടുക്കുകയും മറ്റുള്ള മതങ്ങളിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള ചുമതല അതാത് മതാനുയായികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി
നമുക്ക് രൂപപ്പെടുത്താനും നിലനിർത്താനും മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇതായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശം. ഇതിന് ഗാന്ധിജി കൊടുത്ത പേര് സർവധർമ്മ സമഭാവ എന്നാണ്. എല്ലാ മതങ്ങളെയും ആദരിക്കുന്നതിന് ഇതായിരിക്കണം സമുദായ മൈത്രിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. മതസമുദായങ്ങൾ തമ്മിൽ ഈ രീതിയിലുള്ള ഒരു ബന്ധം രൂപപ്പെടുത്തുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഗാന്ധിജി പരീക്ഷിച്ചതും വളരെ വിജയകരമായി പരീക്ഷിച്ചതും ഇതായിരുന്നു നമ്മൾ തിരിച്ചറിയും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് ഇന്നിപ്പോ ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും അതുപോലെ തന്നെ ചില ചാനലുകളിൽ നിന്നും ഒക്കെ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഗവർണർ ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീകര ദിനമായി വിഭജന ഭീതി ദിനമായി നമ്മൾ കൊണ്ടാടണം, ആചരിക്കണം. യൂണിവേഴ്സിറ്റികൾ അതിന് പ്രോഗ്രാം ഉണ്ടാക്കണം, അദ്ദേഹത്തെ അറിയിക്കണം. ഇതേപ്പറ്റി എന്താണ് പ്രതികരണം? ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു ഓൾ ഇന്ത്യ റേഡിയോക്കാരോട് ഇതിന് അനുകൂലമായ ഇതിനനുസൃതമായ പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സാറിന് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലിന് വേണ്ടിയാണ് ഈ ഭീതിയെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഒരു സന്ദേശം തരാവുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനോട് യോജിക്കുന്നയാളല്ല, അല്ലെങ്കിൽ പറഞ്ഞതിനോട് യോജിക്കുന്നയാളല്ല. കാരണം ഈ മതസംഘർഷങ്ങളെ പറ്റി പഠിക്കുകയും ഈ മതങ്ങൾ തമ്മിലുള്ള സംവാദം എന്ന് പറയുന്നത് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് നാട്ടിലും പുറത്തുമൊക്കെ അത് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം കൊണ്ട് അവിടെ വെച്ച് ഞാൻ വിഷയത്തിൽ പക്ഷെ പരാമർശിച്ചേക്കാം പറയുകയുണ്ടായി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യ രണ്ടായി വിഭജിച്ചിട്ടാണ്. ഇന്ത്യ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി അത് തീരുമാനമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. വൻതോതിലുള്ള സംഘർഷങ്ങളുണ്ടായി, വലിയ അക്രമങ്ങളുണ്ടായി, കൊലപാതകങ്ങളുണ്ടായി. അതുപോലെ അഭയാർത്ഥി പ്രവാഹം ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ അടുത്ത കാലത്ത് അതിനെ അതിക്രമിക്കുന്ന തരത്തിലുള്ള അതിനു മുമ്പ് അന്നോടെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായതാണ്. ഇത് ഓർമ്മപ്പെടുത്തണമെന്നാണ്. ഇത് വളരെ ഭീതിജനകമായ ഒരു കാര്യമായിട്ടുള്ള സംശയമില്ല. ഇത് ഓർമ്മപ്പെടുത്തണം. എങ്ങനെ ഓർമ്മപ്പെടുത്തണം? എന്തിനു ഓർമ്മപ്പെടുത്തണം? ആലോചിക്കുന്ന ഒരു കാര്യം ഞാൻ പറയണം. എന്റെ ഒരു അഭിപ്രായം ഇത് നിർദ്ദേശിച്ചയാളുടെ ഉദ്ദേശം എന്തും ആയിക്കോട്ടെ, ഫലത്തിൽ എന്ത് സംഭവിക്കാനുള്ളത് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യ വിഭജിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായത്, അക്രമം ഉണ്ടായത് രണ്ട് ഇടങ്ങളിലാണ്. ബംഗാളിലും പഞ്ചാബിലുമാണ്. പഞ്ചാബ് നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്താണ്, ബംഗാൾ കിഴക്ക് ഭാഗത്താണ്. അപ്പൊ ഇന്ത്യക്ക് അന്ന് 56,000 പട്ടാളം റിസർവ് പോലീസുമായിട്ട് 56,000 പേര്. ഇന്ത്യയുടെ അന്നത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനാണ് നമുക്കറിയാം. അദ്ദേഹം പട്ടാളക്കാരനാണ്, നേവി ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന ആളാണ്. സർദാർ പട്ടേലാണ് ഹോം മിനിസ്റ്റർ, ഉരുക്ക് മനുഷ്യനാണ്. അപ്പൊ ഈ പട്ടാളത്തെയും പോലീസിനെയും മുഴുവൻ പഞ്ചാബിലേക്ക് മുഴുവൻ പേര് 56,000 പേര് കമാൻഡ് ചെയ്യുന്നത് മൗണ്ട് ബാറ്റനാണ്. സേനാ വിന്യാസമൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ബംഗാൾ ഭാഗത്തേക്ക് പോയത് ഒരൊറ്റ ആളാണ്, ഗാന്ധിജിയാണ്. നിങ്ങൾ വിചാരിക്കും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി പിറ്റേ ദിവസം നോക്കി ഗാന്ധിജി പോയിട്ടാണ്. 1946 ഈ വിഭജനത്തെ പറ്റിയിട്ടുള്ള ചർച്ച ആരംഭിച്ചു. 46 ആരംഭിച്ചു. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞ് ചരിത്രമൊക്കെ വായിച്ചിട്ടുള്ള ഓർമ്മിക്കുകയാണ്. ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും വലിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ
ആദ്യം ഉണ്ടായത് ബംഗാളിലാണ്. നവഖാലി, ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള ചിത്രഗോങ് ജില്ലയുടെ ഒരു ഭാഗമാണ് നവഖാലി. നവഖാലി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തുടങ്ങിയ പ്രദേശങ്ങളിൽ, കൽക്കട്ട, ആ പ്രദേശങ്ങളിൽ, ബീഹാർ, ഗാന്ധിജി ഈ വാർത്ത കേട്ടു. അത് കഴിഞ്ഞ് അത് പതിയെ ഇന്നത്തെ പോലെ വളരെ പെട്ടെന്ന് വാർത്ത വ്യാപിക്കുന്നു. ഗാന്ധിജിക്ക് വാർത്ത നേരിട്ട് കിട്ടുന്നതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേപ്പറ്റി ആശങ്കാകുലനായെങ്കിൽ അദ്ദേഹത്തിന് ഡൽഹി വിട്ടെന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അധികാര കൈമാറ്റത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ക്യാബിനറ്റ് മിഷൻ വന്നു. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രമാണിച്ച് ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കാൻ പോവാണ്. അതെങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ച. ഇടക്കാല ഗവൺമെന്റുകൾ ഉണ്ടാകുകയാണ്. അതെങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കുകയാണ്. നമുക്ക് ഗാന്ധിജിക്ക് അന്ന് ഡൽഹി വിട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ബന്ധപ്പാടുകൾ തീർന്നു കഴിഞ്ഞ് 1946 ഒക്ടോബർ 31-ാം തീയതി അദ്ദേഹം ബംഗാളിൽ എത്തിയിട്ടുള്ളൂ. നവംബർ 1 മുതൽ ഫെബ്രുവരി അവസാനം വരെ അദ്ദേഹം നവഖാലിയിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും സ്ത്രീകളായിരുന്നു. ഒരാളെ വിളിച്ച് നിർമ്മൽ കുമാർ ബോസ് എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ശാന്തിനികേതന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഗാന്ധിജിയുടെ ഒപ്പം. ബാക്കി എല്ലാവരും അവരാണ് പോയി. ഈ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലം, ഹിന്ദുക്കളെ ഓടിച്ച സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം പ്രബാധനായിട്ട് ചെരുപ്പിടാതെ നടന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചു. എത്ര മാസം? നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, 4 മാസം. അങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാക്കിയത്. അതിനിടയ്ക്ക് ബീഹാറിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പാറ്റ്നയ്ക്ക് പോയി തിരിച്ചു വന്നു. 47 സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം, നമുക്കറിയാം, ഓഗസ്റ്റ് 15-ാം തീയതി അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. ബലിയാഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൽക്കട്ടയിൽ. ആ ബലിയാഘട്ടിലെ ഒരു മുസ്ലിം വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. ആദ്യം അദ്ദേഹം അന്ന് അവിഭക്ത ബംഗാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സുഹ്രാവാഡി എന്ന് പറയുന്ന അയാളുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരാളുടെ വീട്ടിലേക്ക്, ഗാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിലേക്ക് താമസിക്കുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് അവിടെ വീണ്ടും സംഘർഷം ഉണ്ടായപ്പോഴാണ് ഗാന്ധിജിയുടെ ഐതിഹാസികമായ ഭാഷണം, സെപ്റ്റംബർ 1-ാം തീയതി ആരംഭിച്ച ഭാഷണം. ആ ഭാഷണം 3 ദിവസം കൊണ്ട് ബംഗാളിൽ കലാപം അവസാനിച്ചിട്ടുള്ളതാണ്. 3 ദിവസം. കഥ നീട്ടി പറഞ്ഞ സമയമെടുക്കുന്നില്ല. ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗാന്ധിജി അവിടെ വിജയകരമായി പരിശ്രമിക്കുകയും ബംഗാളും ഒന്നടങ്കം സമാധാനം ഉണ്ടാക്കുകയും 56,000 പട്ടാളവും പോലീസും പോയിട്ട് പഞ്ചാബിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾക്കറിയാം, അവിടെ നിന്നാണ് കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്, പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ്. ഇതാണ് സംഭവിച്ച യഥാർത്ഥത്തിൽ. ഇങ്ങനെ ഒരു സമുദായ മൈത്രിക്ക് വേണ്ടി പരിശ്രമിച്ചതിനെ പറ്റിയാണോ നമ്മൾ പറയുന്നത്? നമ്മുടെ വിഭജനത്തിന്റെ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കി വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ള ആ ഭീതിയെ പറ്റിയാണോ നമ്മൾ പുതിയ തലമുറയോട് പറയേണ്ടത്? അതോ ഗാന്ധിജി അവിടെ നടത്തിയ എപ്പിക് ഫാസ്റ്റ് എന്ന് പറയും, 3 ദിവസത്തെ ഉപവാസമാണ്. 3 ദിവസം കൊണ്ട് സമാധാനം ഉണ്ടായി. അതിനെപ്പറ്റി ബ്രിട്ടീഷുകാർ തന്നെ എഴുതിയാണ്. എപ്പിക് ഫാസ്റ്റ് ആണ് എഴുതിയത്. ഐതിഹാസികമായിട്ടുള്ള 3 ദിവസത്തെയാണ്. അതുപോലെ ഈ നവഖാലിയിൽ ഉണ്ടാക്കിയ സമാധാനത്തെ പറ്റി മൗണ്ട് ബാറ്റൻ പ്രഭു ഇതിനെപ്പറ്റി പറഞ്ഞത്, ഞങ്ങളുടെ 56,000 പട്ടാളക്കാർക്ക് പഞ്ചാബിൽ സാധിക്കാത്ത കാര്യം ഇന്ത്യയുടെ 1 man ബൗണ്ടറി ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഒറ്റയാൾ പട്ടാളം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ ഒറ്റയാൾ പട്ടാളം ബംഗാളിൽ സാധിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് കാര്യമാണ് കുട്ടികളോട് പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കുന്നത്. നമ്മൾ ഭീതിയെ പറ്റിയാണോ പറയേണ്ടത്? അതോ ആളുകൾ കൽക്കട്ടയിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയും. ഗാന്ധിജി ആദ്യം ചെന്ന് സുഹ്രാവാഡിയുടെ വീട്ടിൽ താമസിക്കുമോ എന്നറിഞ്ഞ് അവിടെയുള്ള ആളുകൾ, 2 മതത്തിൽപ്പെട്ട ആളുകളും ആയുധങ്ങളുമായി ഗാന്ധിജിയുടെ വീട്ടിൽ വന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ വന്നു. ഹിന്ദുക്കൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പാടില്ലാത്തത്, മുസ്ലിങ്ങളാണ് ഞങ്ങളെ കൊല്ലുന്നത്, അതുകൊണ്ട് ഗാന്ധിജി ഇവിടെ താമസിക്കാൻ പാടില്ല
ആക്രമിക്കുന്നു പറഞ്ഞ ആയുധമായിട്ട് വന്നു. ഗാന്ധിജി ഇറങ്ങിച്ചെന്നു. ആദ്യം വീടിന്റെ മട്ടുപ്പാവിൽ നിന്നും പിന്നീട് ഇറങ്ങിച്ചെന്നു. ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കോൺഗ്രാറ്റിന്റെ ഈ ആറ്റിൻകോരയുടെ സിനിമയിൽ കാണിക്കുന്നില്ല, പിന്നോക്കം പോകുന്നു. അങ്ങനെ ചെയ്ത ആളുകൾ ഗാന്ധിജി ഉപവാസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. 2 ദിവസം കൊണ്ട് 2-ാം ദിവസം രാത്രി ആയപ്പോൾ സമാധാന ഉടമ്പടി ഉണ്ടാക്കി. ഇതാണ് സംഭവിച്ചത്. ഈ ഗാന്ധിജി ആക്രമിക്കാൻ ചെന്ന ആളുകൾ ആയുധങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് കൂട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി തമ്മിൽ കലഹിക്കുന്ന പ്രശ്നമില്ല. ഉടമ്പടി എഴുതി, നേതാക്കന്മാരെല്ലാവരും ഒപ്പിട്ട് ഉടമ്പടി എഴുതി ഗാന്ധിജിക്ക് കൊടുത്തു. ഗാന്ധിജി പറഞ്ഞു ഉടമ്പടി കൊണ്ട് കാര്യമില്ല, ഞാൻ ഒരു ദിവസം നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ 3-ാം ദിവസം ഉപവാസം ചെയ്തു. പൂർണ്ണ സമാധാനമാണെന്ന് എല്ലാ ഭാഗത്തും റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഉപവാസം അവസാനിക്കുന്നത്. നമ്മൾ എന്താണ് കുട്ടികളോട് പറയുന്നത്? ഈ അക്രമം സൃഷ്ടിച്ച ഭീതിയെ പറ്റിയാണോ പറയേണ്ടത്, അതോ ഈ ഉപവാസം സൃഷ്ടിച്ച ഒരു ഐക്യമുണ്ടല്ലോ, ഒരു സമുദായ മൈത്രി ഉണ്ടല്ലോ? മനുഷ്യന് വികാരം ഉണ്ടാവുമ്പോൾ അക്രമമൊക്കെ കാണിച്ചു തരും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കിരിക്കുന്ന ഈ സ്നേഹത്തിന്റെ ധാരയെ തൊട്ടുണർത്താനായിട്ട് ഇദ്ദേഹത്തിന്റെ ഉപവാസത്തിൽ സാധിച്ചു. നന്മയെ തൊട്ടുണർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നന്മയെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്, അതോ ഭീതിയെ പറ്റിയാണോ സംസാരിക്കുന്നത്? ഇതാണ് പ്രശ്നം. നമ്മൾ ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഓർമ്മ. എപ്പോഴും നിങ്ങൾക്കറിയാലോ, തെക്കേ ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചു കഴിഞ്ഞപ്പോ അതിഭയങ്കരമായിട്ടുള്ള പീഡനങ്ങള് അവിടുത്തെ ആളുകൾക്ക്, നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് സഹിക്കേണ്ടി വന്നു. നെൽസൺ മണ്ടേലയെ ജയിലിൽ ഇട്ടു. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നയാള് നെൽസൺ മണ്ടേലയാണെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ജയിലിലിട്ടതാണ്. അത് കഴിഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നു. നെൽസൺ മണ്ടേല അധ്യക്ഷനായി, പ്രസിഡന്റായിട്ട് അവരൊരു ഭരണകൂടം ഉണ്ടാക്കി. ആ ഭരണകൂടം ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തെന്നറിയാമോ? നമ്മൾ വിചാരിച്ചു വെള്ളക്കാരെ മുഴുവൻ പിടിച്ച്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിലൊക്കെ വളരെ കൂടുതൽ വെള്ളക്കാരുണ്ടായിരുന്നു, അവർക്കെതിരെ പ്രതികാരത്തോടുകൂടി നെൽസൺ മണ്ടേല പ്രഖ്യാപിച്ചു, എന്താണ്, ഞങ്ങൾ വെള്ളക്കാർ നമ്മളോട് കാണിച്ച സകല അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഫോർഗിവ്നെസ്. യേശുക്രിസ്തുവാണ് പറഞ്ഞത്, നിന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത്. ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഈ ക്ഷമിച്ചു എന്ന് പറയുന്നത് ഒരു ഭരണകൂടമല്ലേ ചെയ്യുന്നത്. ആ ഭരണകൂടം ചെയ്യുന്നതിന് ഒരു വ്യവസ്ഥാപിതത്വം വേണമല്ലോ. അതിനൊരു വ്യവസ്ഥാപിതത്വം നൽകുന്നതിന് വേണ്ടിയും അത് ഒരു ഡോക്യുമെന്റായി ഈ ലോകം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ വഹിക്കുന്നവരല്ല, ഹാരിസിന്റെ അന്വേഷിക്കാൻ പറ്റും. അതാരാണ്? ബിഷപ്പ് ടൂട്ടു എന്ന് പറയുന്ന, ഡെസ്മണ്ട് ടൂട്ടു എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ആദരണീയനായ ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ആണ് ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ കമ്മീഷൻ. റെക്കൺസീലിയേഷൻ ആണ്. ഞാൻ മോഹനൊക്കെ റെക്കൺസീലിയേഷനെ പറ്റി വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന ആളുകളാണ്. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇവരോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, വെള്ളക്കാരോട് ഈ ഭരണസമിതിയിൽ ക്യാബിനറ്റിൽ ചേരാൻ പറഞ്ഞു. അവർ ചേർന്നു. വെള്ളക്കാരും നാട്ടുകാരും ഉൾപ്പെടുന്ന ഒരു ക്യാബിനറ്റ് ആണ് ആദ്യത്തെ ക്യാബിനറ്റ് തെക്കേ ആഫ്രിക്കൻ സ്വാതന്ത്ര്യത്തിന് കഴിഞ്ഞപ്പോൾ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നു. അതാണ് ചെയ്തത്. അതിന്റെ ഫലം എന്താണെന്ന് കൂടി ഞാൻ പറയാം. അതിന്റെ ഫലമായിട്ട് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രമാണമായി ദേശരാഷ്ട്രങ്ങള്, രംഗത്തുള്ള രാഷ്ട്രങ്ങൾ അംഗീകരിക്കണമെന്ന് പ്രമേയം പാസാക്കി. അതാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുമ്പോൾ, ഒരു കാലത്തും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് രാഷ്ട്രീയത്തിൽ ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നെൽസൺ മണ്ടേല, ബിഷപ്പ് ടൂട്ടുവിന്റെ നേതൃത്വത്തിൽ ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ കമ്മീഷൻ നിയോഗിച്ചു കഴിഞ്ഞ് അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം
പൊളിറ്റിക്കൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അത് വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിലും ഈ ഫോർഗീവ്നെസ് ഒരു വിഷയമായി തോന്നിയിരിക്കുന്നത്. അതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. ഓർമ്മിക്കേണ്ടത് ഭീതി, അക്രമത്തെ പറ്റിയാണോ, അത് ജനിപ്പിച്ച ഭീതിയാണോ നമ്മൾ ഓർമ്മിക്കേണ്ടത്, അതോ മനുഷ്യന്റെ മനസ്സിലെ നന്മയെ തൊട്ടുണർത്തിയ സംഭവങ്ങളുണ്ട്, ആ സംഭവമാണ് ഓർമ്മിക്കുന്നത്. ഓഗസ്റ്റ് 14 ഗാന്ധിജിയുടെ ഉപവാസത്തെയാണോ, അതിന്റെ ഫലമായിട്ട് ബംഗാളിലുണ്ടായ സമാധാനത്തെയാണോ നമ്മൾ ഉയർത്തിക്കാട്ടേണ്ടത്, അതോ അതിനു മുമ്പുണ്ടായ അക്രമങ്ങളുടെ പേരിൽ മനുഷ്യന്റെ മനസ്സിൽ രൂപീകരിക്കപ്പെട്ട ഭീതിയാണോ ഉയർത്തിക്കാട്ടേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഞാനതിന്റെ ഉത്തരം നിങ്ങൾക്ക് തീരുമാനിക്കാനായി വിട്ടുകയാണ്. അതുകൊണ്ട് ഈ ഓർമ്മകളെ പറ്റി അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കും. ഓർമ്മകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോ നമ്മൾ എന്താ പറയുക, ബേബർ ആക്രമിച്ചപ്പോ അങ്ങനെ ചെയ്തു, മുഗളന്മാർ ആക്രമിച്ചപ്പോ നമ്മൾ അങ്ങനെ ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു നിലവറ തുറക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തർക്കം വരികയാണ്. ഈ സ്വർണ്ണമൊക്കെ എവിടുന്ന് വന്നത്? നിങ്ങളെ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പ്രത്യേക വിഷയമായി പഠിച്ചിട്ടുള്ള ശശിഭൂഷണുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതാണ് മാർത്താണ്ഡവർമ്മ രാജാവ് അന്ന് പിടിച്ചടക്കി പല രാജ്യങ്ങളും, ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചടക്കി, കൊച്ചു കൊച്ചു അവിടെയൊക്കെ അവരുടെ എല്ലാ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ അതെല്ലാം കൊണ്ടുവന്നാണ് ഇവിടെ നിലവറയ്ക്കകത്ത് വെച്ചതെന്നുള്ളത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്തുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഉടനെ തന്നെ പറയാണ്, ഇത് ഞങ്ങളുടെ ഇവിടുന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണ്ട് എടുത്തുകൊണ്ട് പോയതാണ്, അത് തിരിച്ചു തരണം, നിലവറ തുറക്കാൻ ഞങ്ങളുടെ പറയാൻ പറ്റുമോ? നമുക്ക് ചരിത്രത്തിൽ തിരുത്താൻ പറ്റാത്ത പല കാര്യങ്ങളും പണ്ട് സംഭവിച്ചിട്ടുണ്ടാകും. അതിന്റെ ഓർമ്മകൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അത് തുടർന്നും മനുഷ്യന്റെ മനസ്സിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതിനും പക ജനിപ്പിക്കുന്നതിനും അതിന്റെ പേരിൽ വൈരാഗ്യം വളർത്തുന്നതിനും പ്രതികാരം ചെയ്യുന്നതിനും വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? കഴിഞ്ഞുപോയത് കഴിഞ്ഞുപോയി, എത്രയോ തലമുറ സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ തലമുറ പരസ്പരം യോജിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരു പ്രദേശത്ത് കാലം മാറി, വ്യവഹാരങ്ങൾ മാറി എന്നുള്ള സത്യം അംഗീകരിച്ചു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് തരം ഓർമ്മകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ബൈബിളിൽ ഒരു കഥ ആയനും ഹാബേലും പഠിച്ചിട്ടുണ്ട്. സഹോദരന്മാർ ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ മൂത്ത സഹോദരൻ ഇളയ സഹോദരനെ കല്ലിനിടിച്ചു കൊന്നതാണ് ബൈബിളിലെ കഥ. ബോർഹസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ കഥാകാരനാണ്. ലൂയിസ് ബോർഹസ് എന്നാണ്. ലത്തീൻ ഭാഷയല്ല, ഇത് സ്പാനിഷ് ഭാഷയിൽ അങ്ങനെയാണ് നമ്മളിവിടെ ആളുകൾ ബോർഹസ് ഇത്തരത്തിലെ കഥകളുണ്ട്. ഒരു കഥ എന്ന് പറയുന്നത് ഈ സംഭവത്തെ പറ്റിയാണ്. കായനും ഹാബേലും അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുകയാണ് ഒരുമിച്ച്. മരണമൊക്കെ കഴിഞ്ഞ് വളരെ ഇപ്പോഴത്തെ കാലത്ത് കഥയിലാണ്. ഏതോ ഒരു സ്ഥലത്ത് ഒരു സ്വർഗ്ഗലോകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആകാശ ലോകത്തിൽ നിന്ന് രണ്ടുപേരും നല്ല ഉയരമുള്ളവരാണ്. രണ്ടുപേരും നടന്നു കഴിഞ്ഞ് അവർ ഈ സംഭവത്തെ പറ്റി പറയാണ്. നിങ്ങളെന്റെ അവരിങ്ങനെ മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ നെറ്റത്തെ പാടുകൾ. ചേട്ടൻ ചോദിക്കണം, ഞാൻ പിടിച്ച പാടാണോ, ഞാൻ പിടിച്ച പാടാണോ? അത് ഈ അനിയൻ ആബേൽ ചേട്ടനോട് ചോദിക്കണം, നീ എന്നെയാണോ കൊന്നത്, ഞാൻ നിന്നെയാണോ കൊന്നത്? എന്താണ് ആ ചോദ്യത്തിന്റെ പൊരുൾ തിരിയണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, വിദ്യാസനം ധ്യാനിക്കണം. അത് കഴിഞ്ഞ് ആ കഥ ഇങ്ങനെ പോകുമ്പോൾ അവസാനം പറയും,
നമ്മൾ ഇതിന് റിമോഴ്സ് എന്നുള്ള വാക്കാണ്. നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ പറ്റിയുള്ള ഒരു അപരാധ ബോധമുണ്ട്. അപരാധ ബോധം നമ്മുടെ മനസ്സിൽ തുടരുന്ന അത്രയും കാലം നമ്മളൊന്നും മറക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മറക്കണം. പൂർണ്ണമായി മറക്കുക എന്നുള്ളതല്ല, പക്ഷെ അതിനൊരു സജീവമായ ഓർമ്മയായി നമ്മുടെ മനസ്സിലോ നമ്മുടെ സംസ്കൃതിയിലോ നമ്മുടെ പുസ്തകങ്ങളിലോ സൂക്ഷിക്കാൻ പാടില്ല. ഓർമ്മയെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഈ ഓർമ്മകൾ ആയുധങ്ങളായി മാറും, കലാപമായി മാറും, കൊലകളായി മാറും എന്ന് നമ്മൾ വിസ്മരിക്കുന്നതാണ്. ഇങ്ങനെ വളരെ പണ്ട് 4, 5, 6, 7, 10 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കാര്യത്തിന്റെ ഓർമ്മ പുതുക്കി അത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ജനിപ്പിച്ച് അത് വിദ്വേഷം ഉണ്ടാക്കുന്നതിനും അത് പകയിലേക്കും പ്രതികാരത്തിലേക്കും നയിക്കുന്നതിനും വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്ക് നിർദ്ദേശപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ചിട്ട് പറയാം, ഞങ്ങളില്ല, ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനാണ് ആഗ്രഹിച്ചത് പറയാം. അത് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റിയ ഒരു കൂട്ടായ്മയാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളതാണ്. ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകളുടെ പല പ്രസക്തികളിലൊന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഭാവാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടികൾ രൂപപ്പെടുത്താനും നയിക്കാനും സാധിക്കട്ടെ. അങ്ങനെ നമുക്കൊരു സമുദായ മൈത്രിയുടെ തുരുത്തുകൾ ആക്കി നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളെ മാറ്റാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി ഗൗരവതരമായ ചർച്ചകൾ നടക്കണം. അങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു സംഘം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ വീണ്ടും അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ